ബഹുമാനപ്പെട്ട ശ്രീ ജോബ് മൈക്കിൾ 5 മിനിറ്റ് സംസാരിക്കും. സാർ, 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ധനവിനിയോഗ ബില്ലിനെ ഞാൻ പിന്തുണയ്ക്കുകയാണ് സാർ. ഈ സർക്കാരിൻ്റെ അധികാരമേറ്റത് മുതൽ എല്ലാ മേഖലയിലും വികസനം എത്തിക്കുക, തെരഞ്ഞെടുപ്പ് ഭരണപത്രത്തിൽ പറഞ്ഞിട്ടുള്ള പരമാവധി കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. സാർ, ഇവിടെ ബഹുമാന ഉബൈദുള്ള ഇവിടെ പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിച്ചു, അദ്ദേഹം ചില കൂട്ടുകെട്ടിനെ പറ്റി പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, കോട്ടയം ജില്ലയിൽ കിടങ്ങൂർ പഞ്ചായത്തിൽ ഏത് കൂട്ടുകെട്ടിലാണ് UDF ഭരിക്കുന്നത് എന്ന് അങ്ങ് മനസ്സിലാക്കണം. അവിടെ ഏത് വർഗീയ കക്ഷിയും BJPയുമായി ചേർന്നുകൊണ്ടാണ് അവിടെ UDF ഭരിക്കുന്നത് എന്നുള്ള കാര്യം അങ്ങ് മറന്നു പോകാൻ പാടില്ല. അതോടൊപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബഹുമാനായ മെമ്പർ ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, കുടിശ്ശികയെ പറ്റി പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള, കേന്ദ്ര ഗവൺമെൻറ് നൽകാനുള്ള കുടിശ്ശിക അത് UGC ശമ്പള പരിഷ്കരണത്തിൽ 750 കോടി കിട്ടാനുണ്ട്. നഗരവികസന ഗ്രാൻഡിൽ 546.45 കോടി രൂപ കിട്ടാനുണ്ട്. ഗ്രാമവികസന ഗ്രാൻഡിൽ 1008 കോടി രൂപ കിട്ടാനുണ്ട്. ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ നെല്ല് സംഭരണം ഉൾപ്പെടെ 800 കോടി രൂപ കിട്ടാനുണ്ട്. വിവിധ ദുരിതാശ്വാസത്തിനുള്ളത് 138 കോടി രൂപ കിട്ടാനുണ്ട്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ 69 കോടി കിട്ടാനുണ്ട്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ 1925 കോടി കിട്ടാനുണ്ട്. GST നഷ്ടപരിഹാരത്തിൽ 511 കോടി രൂപ കിട്ടാനുണ്ട്. അതോടൊപ്പം തന്നെ നാഷണൽ ഹെൽത്ത് മിഷനിൽ നമുക്ക് കുടിശ്ശികയുണ്ട്. ഈ കുടിശ്ശികകളൊന്നും കാണാതെ കേരളത്തിൻ്റെ കുടിശ്ശിക, കേരളം കൊടുക്കാനുള്ള കാശിനെ പറ്റി പറയുമ്പോൾ ഇവിടുത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളൊന്ന് ഓർക്കണം, കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് കിട്ടാനുള്ള പൈസയെല്ലാം നമുക്ക് തന്നേ പറ്റൂ. ആ കിട്ടാനുള്ള പൈസ കിട്ടാതെ ഇവിടെ നമ്മൾ എന്ത് വികസനം കൊണ്ടുവന്നാലും നടക്കത്തില്ല. ഇവിടെ കിഫ്ബിയെ പറ്റി നിങ്ങൾ പറഞ്ഞല്ലോ, കിഫ്ബിയുടെ പരിപാടി ഇവിടെ എത്രയോ സബ്മിഷൻ വരുന്നു. കിഫ്ബി ഫണ്ട് ചെലവാക്കുന്ന പോലെ കിഫ്ബിയുടെ പദ്ധതി മുടങ്ങിക്കിടക്കുന്നു. നമുക്കറിയാം, 85,869 കോടിയുടെ 1108 പദ്ധതികൾക്കാണ് കേരളത്തിലെ 140 നിയോജകമണ്ഡലത്തിൽ കൊടുത്തത്. നമുക്കറിയാം, ഇവിടെ ഏതാണ്ട് 28,800 കോടി രൂപ അത് ആ പദ്ധതി മൂലം വിതരണം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും പറയുമ്പോൾ പ്രതിപക്ഷ മെമ്പർമാർക്ക് ഈ കാര്യത്തെപ്പറ്റി ഒന്നും ചിന്തയില്ല. അവർ പറയുന്നത് കേവലമായ രാഷ്ട്രീയം കണ്ടുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താൻ പറ്റുമോ, കേരളത്തിലെ ഗവൺമെൻറ് നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾ മുമ്പോട്ട് വയ്ക്കാതെ മാധ്യമങ്ങളുമായി ചേർന്നുകൊണ്ട് ഗവൺമെൻറ്റിനെതിരെ പ്രചരണം നടത്തുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇത് നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞു കുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, ആരോഗ്യരംഗത്തുള്ള പ്രവർത്തനങ്ങൾ, ആരോഗ്യരംഗത്ത് ഒത്തിരിയേറെ മേഖലകളിൽ ഒത്തിരിയേറെ മുന്നേറ്റമുണ്ടായി. നമ്മുടെ ആശുപത്രികളെല്ലാം തന്നെ മികച്ച നിലവാരത്തിലേക്ക് വന്നു. ഞാൻ ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ജനറൽ ആശുപത്രിക്ക് ഇപ്പം കിഫ്ബി വഴി 80 കോടി രൂപയാണ് സാർ പുതിയതായിട്ട് അനുവദിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ഇവിടെ പ്രതിപക്ഷം ജലജീവൻ മിഷൻ്റെ പദ്ധതിയെപ്പറ്റി അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, 140 നിയോജകമണ്ഡലത്തിലും ജലജീവൻ പദ്ധതി നടക്കുമ്പോൾ റോഡ് കുഴിച്ച് പൈപ്പിട്ട് വെള്ളം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പം അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കുന്ന കാര്യമല്ല. അതിന് ചിലപ്പോൾ 1, 2, 3, 4 അല്ലെങ്കിൽ 1, 1.5 വർഷം എടുക്കും. 2025 തീരുന്നൊരു പദ്ധതി, ആ പദ്ധതി ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടി റോഡ് മുഴുവൻ കുഴിച്ചിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് കള്ളപ്രചാരണം നടത്തുന്ന പ്രതിപക്ഷത്തിൻ്റെ അടവ് നയം ശരിയല്ല സാർ. നിങ്ങൾ ചെയ്യേണ്ടത്, ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് കുടിവെള്ളം ജനങ്ങൾക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള ഈ കേരളത്തിലെ എല്ലാ നിയോജകമണ്ഡലത്തിലും കുടിവെള്ള പ്രശ്നമുണ്ട്. ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അവസരം അത് പാഴാക്കാതെ, അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാതെ അതിനെതിരെ കള്ളപ്രചരണം പത്രത്തിലും അല്ലാതെയും പ്രചരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ശ്രമങ്ങൾ ഒറ്റും നമുക്ക് യോജിക്കുന്നതല്ല സാർ. ഇവിടെ അതുപോലെ തന്നെ പറഞ്ഞു, നമുക്കറിയാം, ഇവിടെ പല രീതിയിലുള്ള ജനങ്ങളുടെ വിഷയങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചു. ധനകാര്യ വകുപ്പും ജലസേചന വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഒരുപോലെ ഒന്ന് ചേർന്ന് പ്രവർത്തിച്ച് ഈ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണം സാർ. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, 2023-24 നമ്മൾ ധനക്കമ്മി 2.44% കുറഞ്ഞിട്ടുണ്ട് സാർ. അതുപോലെ തന്നെ നമ്മുടെ റവന്യൂ കമ്മി, നമ്മളെല്ലാവരും പറയുന്നുള്ള റവന്യൂ കമ്മി ഇപ്പോൾ 0.88% കുറയ്ക്കാൻ നമുക്ക് സാധിച്ചു. നമുക്കറിയാം, നികുതി വരുമാനം 2020-21 47,000 കോടി രൂപ ആയിരുന്നത് 21-22 അത് 58,340 കോടിയായി വർദ്ധിച്ചു. 23-24 74,968 കോടിയായി വർദ്ധിച്ചു. അതോടൊപ്പം തന്നെ 23.35% വർധനയാണ് സാർ ഉണ്ടായിരിക്കുന്നത്. നികുതി വെട്ടിപ്പ് തടയുന്നവരെ കർശനമായി പിടിക്കുവാൻ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ ആ പ്രവർത്തനം വളരെ ശക്തമാക്കി സാർ. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഈ ബഡ്ജറ്റിൽ കോടതി ഫീസ് വർധന ഈ ധനകാര്യ ബില്ല് പരിഹരിക്കുമ്പോൾ കോടതി ഫീസ് വർധന എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യം പുനഃപരിശോധിക്കാമെന്ന് പറഞ്ഞിരുന്നു.
ധനകാര്യ വകുപ്പ് മന്ത്രി ആ കാര്യം പുനഃപരിശോധിക്കാൻ വേണ്ടി തയ്യാറാക്കണം. കോടതിയിൽ അമിതമായിട്ട് വന്നിരിക്കുന്ന ഫീസ് കുറയ്ക്കണം എന്ന് ആണ് സാർ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഹൈക്കോടതി ഈ ബില്ല് അത് നടപ്പാക്കുന്ന കാര്യത്തിൽ കേരളം വലിയ താല്പര്യമാണ് കാണിച്ചത്. പക്ഷേ അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. സ്വർണ്ണരംഗത്തെ വ്യാപാര രംഗത്ത് ഗവൺമെൻറ് കിട്ടാനുള്ള വലിയൊരു നികുതിയാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓൺലൈൻ വ്യാപാരം ഈ കാര്യത്തിൽ കുറേ കൂടി ഇടപെടൽ നടത്തിയാൽ ഗവൺമെൻറ് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. സാർ അങ്ങ് പറഞ്ഞത് കറക്റ്റാണ്. സ്വർണ്ണ വ്യാപാര രംഗം നമുക്കറിയാം, എല്ലാ ദിവസവും പത്രത്തിൽ എല്ലാ ദിവസവും സ്വർണ്ണക്കള്ളക്കടത്തിനെ പറ്റിയുള്ള വാർത്തയാണ്. ഇവിടെ സ്വർണ്ണത്തിന് വന്നിരിക്കുന്ന ആ നികുതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഗൗരവമായി സർക്കാർ പരിശോധിക്കണം. അത് കൂടുതലായിട്ടുള്ള ധനകാര്യ വരുമാന മാർഗത്തിന് കാരണമായി തീരുന്നു. സാർ ഇവിടെ ഞങ്ങൾ അധികാരത്തിൽ വന്ന ലൈഫ് പദ്ധതി നിർത്തലാക്കുമെന്ന് പറഞ്ഞവരുണ്ട്. നമുക്കറിയാം 4 ലക്ഷം പാവപ്പെട്ട ആളുകൾക്കാണ് ഇവിടെ വീട് പണിത് കേരളത്തിൽ നൽകിയത്. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ കിഫ്ബിയുടെ വർക്ക് നടത്തുന്നത് ഞാൻ തീർക്കണം സാർ, ഒരു മിനിറ്റ്. അപ്പം കിഫ്ബിയുടെ കാര്യങ്ങളെപ്പറ്റി ഇവിടെ സംസാരിച്ച് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. ഇവിടെ ഇന്ന് ഞാൻ രാവിലെ ഇവിടെ ഉപയോഗിച്ചുള്ള സൂചിപ്പിച്ച പോലെ റേഷൻ വ്യാപാരികളുടെ ഒരു സമരത്തിൽ ഞാനും പോയി പ്രസംഗിച്ചു. സാർ, പാവപ്പെട്ട റേഷൻ വ്യാപാരികൾക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുക്കാൻ വേണ്ടി തയ്യാറാകണം. അതോടൊപ്പം തന്നെ 92 ലക്ഷം ജനങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് റേഷൻ വ്യാപാരികൾ. അവർക്ക് അവരുടേതായ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ പരിഹരിക്കുവാൻ സർക്കാർ ശ്രദ്ധാപൂർവം ശ്രമമുണ്ടാകണം. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഈ മേഖലയിൽ കാണിക്കുന്ന അവഗണന, കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് റേഷൻ വിതരണ രംഗത്തും അതുപോലെ തന്നെ അവരുടെ വരുമാന രംഗത്തും കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ് സാർ.